ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ മുഖം രക്ഷിക്കാനാകാത്ത പ്രതിപക്ഷം. വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിപക്ഷ നിലപാടിനെ സ്പീക്കറടക്കം വിമർശിച്ചു. പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയതിനെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ പിരിഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം സമരത്തിലാണ്. പക്ഷേ ഒരു ദിവസം പോലും ഈ വിഷയത്തിൽ ഊന്നി അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയില്ല എന്നത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി ഇന്നും സഭ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കമായി. കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് SIT എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ പ്രതികൾ പുറത്തുവിടുമ്പോൾ ഇപ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. ഈ പ്രതികൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. എന്നാൽ കൃത്യമായ രീതിയിലാണ് അന്വേഷണം SIT നടത്തുന്നതെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം തുടർന്നും മുന്നോട്ടു പോയാൽ യഥാർത്ഥ പ്രതികളിലേക്ക് കേസെത്തും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഭയമെന്ന് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് ശബരിമല വിഷയത്തിൽ ആദ്യ ദിവസം മുതൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും അടിയന്തര പ്രമേയ നോട്ടീസ് പോലും നൽകാതെ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന പ്രതിപക്ഷ നിലപാടിനെ സ്പീക്കറും വിമർശിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല, പക്ഷേ പ്രതിഷേധിക്കും. പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നിലപാട് തന്നെയാണ് സഭയ്ക്കുള്ളിലെ ഈ പ്രതിഷേധത്തിലൂടെ പുറത്തുവന്നത്. കൂടാതെ ബജറ്റ് ചർച്ചയിലും ഒരു തരത്തിലും പങ്കെടുക്കാതെ ഒളിച്ചോടിയ പ്രതിപക്ഷ നിലപാടും സഭയിൽ ഏറെ ചർച്ചയായി. ഏറ്റവും പ്രധാനപ്പെട്ട 2026 കേരള ധനവിനിയോഗ ബില്ല് ചർച്ച കൂടാതെ നിയമസഭയ്ക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാസാക്കേണ്ടി വന്നു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 23-നാണ് സഭ ചേരുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.